നമ്മൾ നോൺ കനോണിക്കൽ LPP കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നോൺ കനോണിക്കൽ LPP എന്തായിരുന്നു? കനോണിക്കൽ ഫോംസ് നമുക്കറിയാം. മാക്സിമൈസേഷൻ മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ അതിൻ്റെ കനോണിക്കൽ ഫോം അറിയാം. ആ രൂപത്തിലല്ലാതെ വരുന്ന LPPs ഒക്കെ നോൺ കനോണിക്കൽ LPPs ആണ്. അതിൽ ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എന്താണ്? അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾ ഉണ്ടാവുക. അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ആ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് തന്നിട്ടില്ല എങ്കിൽ ആ വേരിയബിളിനെ അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾ എന്നാണ് പറയുക. അങ്ങനെ ഒരു വേരിയബിൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആ വേരിയബിളിനെ ഒരു സർക്കിളിൻ്റെ ഉള്ളിലിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്. പിന്നെ അതിനവിടെ ഡിലീറ്റ് ചെയ്ത് കളയാണ് ചെയ്തിരുന്നല്ലേ. അതായത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ ഡിലീറ്റ് ചെയ്യും, ഒരു ഇക്വേഷൻ ഫയൽ ചെയ്തുകൊണ്ട്. പിന്നെ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സാധാരണ ഒരു കനോണിക്കൽ ഫോമിലുള്ള പ്രോബ്ലത്തിൻ്റെ ടക്കർ ടേബിളിൻ്റെ രൂപത്തിൽ വരും. എന്നിട്ട് സാധാരണ സിംപ്ലക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ പറയുന്ന ടൈപ്പ് എന്താ വെച്ചെങ്കിൽ മെയിൻ കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് ഏതെങ്കിലും ഇക്വേഷൻ രൂപത്തിൽ വരിക. നമുക്കറിയാം മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ അവിടുത്തെ കൺസ്ട്രെയിൻസ് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് വരാറുള്ളത് അല്ലേ. മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അതുപോലെ മിനിമൈസേഷൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇനിയിപ്പോൾ മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഏതെങ്കിലും കൺസ്ട്രെയിൻറ്റ് വന്ന് വിചാരിക്കുക. നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് അല്ല പറയണത്, ആദ്യത്തെ മെയിൻ കൺസ്ട്രെയിൻസ്, ആ ഇക്വേഷൻ രൂപത്തിൽ വരുന്ന കൺസ്ട്രെയിൻസ് ഉണ്ടല്ലോ, അത് ആ കൺസ്ട്രെയിൻസ് ഏതെങ്കിലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോമുക്ക് കൊണ്ടുവരാം. എങ്ങനെ ചെയ്യാം? ജസ്റ്റ് ഒരു -1 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇനീക്വാളിറ്റി ജസ്റ്റ് ഓപ്പോസിറ്റ് ഇനീക്വാളിറ്റി ആയി മാറും. അപ്പോൾ മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് വേണ്ടത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രോബ്ലം ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണ് ഫസ്റ്റ് എഴുതേണ്ടത്? മാക്സിമൈസ് പറഞ്ഞിട്ട് ആ പ്രോബ്ലം എഴുതാം. സബ്ജക്റ്റ് ആ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്ന കൺസ്ട്രെയിൻ്റെ ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക. അപ്പോൾ ആ കൺസ്ട്രെയിൻ്റ് ഒന്നും ആയി മാറും, അതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി മാറും. ഇനി ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാലോ, ഡയറക്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ല ഈക്വൽ ടു വന്നു കഴിഞ്ഞാലോ, ആ ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഇവിടെ പറയണത്. ഇക്വേഷൻസ് ഓഫ് കൺസ്ട്രെയിൻറ്റ് അതായത് ഈ കൺസ്ട്രെയിൻസ് ഇക്വേഷൻസ് ആയി വരിക, ഈക്വൽ ടു പറഞ്ഞിട്ട് വരിക. അപ്പോൾ ഏത് രീതിയിൽ ചെയ്യാമെന്നാണ് ഇവിടെ പറയണത്. അപ്പോൾ നമ്മൾ സാധാരണ കൺസ്ട്രെയിൻസ് വന്നു കഴിഞ്ഞാൽ സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്തിട്ടാണ് ഇക്വേഷൻ ഫോമൊക്കെ ആക്കുന്നത്. എന്നിട്ടാണ് അതിൻ്റെ ടക്കർ ടേബിളൊക്കെ എഴുതാറുള്ളത് അല്ലേ, സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഓൾറെഡി ഒരു ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് സ്ലാക്ക് വേരിയബിൾസ് എന്തായിട്ടേ കൊടുക്കാൻ പറ്റൂ? 0 ആയിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. ആ ഇക്വേഷൻ ഈക്വൽ ടു എന്നുള്ള സിമ്പിളിന് ചേഞ്ച് വരരുത്. നമ്മളെല്ലാതും ഇക്വേഷനൊക്കെ ആക്കിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പിന്നെ ഒരു സ്ലാക്ക് വേരിയബിൾസ് പറഞ്ഞാൽ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അത് ആ ഈക്വൽ ടു എന്നുള്ള ആ ഇക്വേഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ 0 മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ലാക്ക് വേരിയബിൾസ് ഇവിടെ എടുക്കുകയാണെങ്കിൽ അതെന്തായാലും 0 ആണ്. അപ്പോൾ നമുക്ക് ഈ 0നെ ഇവിടെ ഒഴിവാക്കണം. കനോണിക്കൽ ഒരു ടേബിളിൻ്റെ ഫോം കൊണ്ടുവരണമെങ്കിൽ ഈ 0നെ ഒഴിവാക്കിയിട്ടാണ് നമ്മളിവിടെ ചെയ്യണത്. ആ മെത്തേഡാണ് ഇവിടെ പറയുന്നത്. അത് നോക്കാം. ഫസ്റ്റ് മെത്തേഡിലാണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ മെത്തേഡിൽ, അതായത് അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾ വരുന്ന കേസിലാണെങ്കിൽ അവിടെ നമ്മൾ ഒരു എക്സ് എന്നുള്ളത് ഒരു അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി കണ്ടീഷൻ തരാത്ത വേരിയബിൾ ആണെങ്കിൽ അതിനെ നമ്മളൊരു സർക്കിളിൻ്റെ ഉള്ളിലിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരുന്നു. പിന്നെ അതിനെ ഡൗണിക്ക് കൊണ്ടുവരും അല്ലേ. എന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ ഫയൽ ചെയ്യും, ആ റോ ഡിലീറ്റ് ചെയ്യും, അങ്ങനെ ചെയ്തിരുന്നു. ഇവിടെ എന്താ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, the second type of non-canonical LPP has canonical maximization or canonical minimization form, except that there may be some equality constraints among the initial variables instead of inequality constraints only. Inequality constraints മാത്രം വരുന്നതിന് പകരം ഏതെങ്കിലും കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ ആയിട്ട് വരാം. When we say equality constraints, we mean equations before the introduction of slack variables. അതായത് ഞാൻ പറഞ്ഞു, സ്ലാക്ക് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഇനീക്വാളിറ്റി ഇക്വേഷനായി മാറി. അതിൻ്റെ മുന്നേ ഇക്വേഷൻസ് ആയി വരുന്ന കേസാണ് ഇവിടെ പറഞ്ഞത്. ഓൾറെഡി പ്രോബ്ലത്തിൽ തന്നെ ഇക്വേഷൻ ഫോമിൽ വരിക, അതാണ് ഈക്വാലിറ്റി കൺസ്ട്രെയിൻ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. സച്ച് ഇക്വേഷൻസ് ഓഫ് കൺസ്ട്രെയിൻറ്റ് ആർ അസൈൻഡ് സ്ലാക്ക് വേരിയബിൾ 0. അവിടെ എന്ത് സ്ലാക്ക് വേരിയബിളെ കൊടുക്കാൻ പറ്റുള്ളൂ? 0യെ കൊടുക്കാൻ പറ്റുള്ളൂ. വെൻ റിട്ടേൺ ഇൻ സ്ലാക്ക് ഫോം, ദിസ് 0 ഈസ് ദെൻ എക്സ്പ്ലോയിറ്റഡ് ടു ഒബ്റ്റെയിൻ ആൻ ഇക്വലൻറ്റ് LPP ഇൻ കനോണിക്കൽ ഫോം. അപ്പോൾ നമുക്ക് ഒരു കനോണിക്കൽ ഫോമിൽ ഒരു LPP കിട്ടണമെങ്കിൽ ഈ 0നെ ഇവിടുന്ന് ഒഴിവാക്കണം. അതിന് ഏത് മെത്തേഡിലാണ് ചെയ്യാമെന്ന് നോക്കാം.
ഒരു എക്സാമ്പിൾ കൂടിയാണിത് പറയണത്, അത് നോക്കാം. Problem maximize f of xyz equal to 2x plus y minus 2z subject to x plus y plus z less than or equal to 1y plus 4z equal to 2. നോക്കാം, സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ് ഈക്വേഷൻ ആണ് വന്നിട്ടുള്ളത്, ഈക്വൽ ടു ആണ് അല്ലേ, y plus 4z equal to 2. നെക്സ്റ്റ് എക്സ് വൈ സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളൊക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 തന്നിട്ടുണ്ട്. അതായത് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ എല്ലാ വേരിയബിളിനും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ടൈപ്പല്ല. ഓക്കെ, എല്ലാ വേരിയബിൾസിനും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 തന്നിട്ടുണ്ടല്ലോ. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നോട്ട് ദി ഇക്വേഷൻ ഓഫ് ദി കൺസ്ട്രെയിൻറ്റ് y plus 4z equal to 2. This equation can be rewritten in the form y plus 4z minus 2 equal to minus 0. അതായത് സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോമിൽ എഴുതാറുണ്ട് ഏത് കൺസ്ട്രെയിൻറ്റ്. ഇവിടെ പക്ഷേ ആ സ്ലാക്ക് വേരിയബിളായിട്ട് ആരേ വരാൻ പറ്റുള്ളൂ, 0യേ വരാൻ പറ്റുള്ളൂ. സാധാരണ കേസിലാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ നമ്മൾ എന്താ എഴുതിയിട്ടുണ്ടാവുക, y plus 4z minus 2 equal to minus t1 എന്നാണ് എഴുതിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മൈനസ് t2 ആണ് എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ എന്തായാലും 0 കൊടുക്കണം, അതുകൊണ്ട് നമ്മൾ ഓൾറെഡി 0 കൊടുക്കണം. ഇനി -0യും 0യും ഈക്വൽ അല്ലേ ചിന്തിക്കേണ്ട, ഈ ഈ നെഗറ്റീവ് ഇവിടെ ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഇൻ്റർചേഞ്ചിങ് ഒക്കെ വരില്ല. അപ്പോൾ ഈ വൈനെ എടുക്കുകയാണെങ്കിൽ y ഇങ്ങോട്ട് വരും, അപ്പോൾ -5 വേണം. അപ്പോൾ ഇവിടെ ഓൾറെഡി ആ നെഗറ്റീവിനെ ഒഴിവാക്കി ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ മൈനസ് അവിടെ ജസ്റ്റ് ഒരു സൈനായിട്ട് അവിടെ തന്നെ നിർത്തണം. അപ്പോൾ y plus 4z minus 2 equal to -0 എന്നുള്ള ഫോമിലാണ് അത് സ്ലാക്ക് വേരിയബിളിൻ്റെ ഫോമിൽ എഴുതിയാൽ കിട്ടുക, സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്ത് എഴുതിയാൽ കിട്ടുക. This form corresponds to the usual slack form of a main constraint of a canonical maximization LPP except that the slack variable is 0. നമ്മൾ സാധാരണ വേരിയബിൾ t1 t2 എന്താ വെച്ചാൽ എഴുതാറാണ്, പക്ഷെ ഇവിടെ നമ്മൾ ഡയറക്റ്റ് 0 കൊടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. The sign in front of the 0 must be included as with the sign of any other slack variable. This sign will stay behind when variables are interchanged during pivoting. ഞാൻ പറഞ്ഞു, പൈവോട്ട് ചെയ്യുമ്പോൾ ഈ y ചിലപ്പോൾ അങ്ങോട്ട് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ തെറ്റ് വരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ആ സൈന് വേണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സൈനെ അവിടെ നിർത്തിയിട്ടുള്ളത്. We now record the problem in a ടെക്കർ ടേബിൾ. സാധാരണ രീതിയിൽ നമ്മൾ ഈ പ്രോബ്ലത്തിന് ടെക്കർ ടേബിളിൽ എഴുതി എന്ത് ചേഞ്ച് മാത്രമേ ഉള്ളൂ, t2 കൊടുക്കണ പകരം ഇവിടെ 0 ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ -t1 -t2 അങ്ങനെ കൊടുക്കാറുള്ളത്, പക്ഷെ ഇവിടെ ഫസ്റ്റത്തെ കൺസ്ട്രെയിൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ -t1 കൊടുത്തു, സെക്കൻഡ് കൺസ്ട്രെയിൻറ്റിന് വേണ്ടിയിട്ട് എന്താ കൊടുക്കുന്നത്, -0 ആണ്. ബാക്കി കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ. ഈ കോഎഫിഷ്യൻറ്റ് 1 1 1 ആണ് ഇവിടെ വരുന്നത്, b1 1 ആണ്. അതുപോലെ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 0, വൈൻ്റെ 1, സെറ്റിൻ്റെ 4, b2 2 ആണ് വന്നിട്ടുള്ളത്. അവിടുത്തെ സ്ലാക്ക് വേരിയബിൾ ഈക്വൽ ടു -0 ആണ്. പിന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ 2 1 -2 ആണ് കോഎഫിഷ്യൻറ്റ്, ഡീൻ്റെ സ്ഥാനത്ത് 0 ആണ്, ഈക്വൽ ടു f. വേരിയബിൾസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് തന്നെ എക്സ് വൈ സെറ്റ്, ഇവിടെ പിന്നെ -1 കൊടുത്തു. ഇതാണ് ടെക്കർ ടേബിൾ വന്നിട്ടുള്ളത്. ഹിയർ വി പൈവോട്ട് ദി 0 അപ്പ് ടു ദി നോർത്ത്. അതായത് 0 അപ്പ് ടു ദി നോർത്ത് പറഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവരണം 0നെ, ഈ പൊസിഷൻക്കാണ് 0നെ കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്യുക, അതായത് പൈവോട്ടിങ് യൂസ് ചെയ്തിട്ട് ഈ 0നെ ഇങ്ങോട്ട് കൊണ്ടുവരണം. പിന്നെ ആ പൈവോട്ടിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കോളം ഡിലീറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യണത്. ആ കോളം 0 ഉൾപ്പെടുന്ന കോളം ഡിലീറ്റ് ചെയ്താൽ ആ 0ൻ്റെ ടേം അതിന് പോയി. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും നോർമൽ ഒരു കനോണിക്കൽ ഫോമിലുള്ള ടെക്കർ ടേബിളോ വരുന്നുണ്ടാവും, കനോണിക്കൽ പ്രോബ്ലത്തിൻ്റെ ടെക്കർ ടേബിളായിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ നോക്കാം. Here we pivot the 0 up to the north. We cannot apply the simplex algorithm here since the problem is non-canonical. ഇതൊരു non-canonical form ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇവിടെ സിംപ്ലക്സ് അൽഗോരിതം അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ സാധാരണ കനോണിക്കൽ ഫോമിലാണെങ്കിൽ അവിടെ ഡയറക്റ്റ് ഒരു വേരിയബിൾ ആയിട്ട് വരണം, അപ്പോൾ ഒരു t2 ഒക്കെ ആയിട്ട് വരണം. അപ്പോൾ ഇത് non-canonical ഫോം ആയതുകൊണ്ട് ഡയറക്റ്റ് സിംപ്ലക്സ് അൽഗോരിതം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആദ്യം ഈ ടേബിളിനെ കനോണിക്കൽ ഫോമൊക്കെ കൊണ്ടുവരണം. Hence, we need to choose the most convenient pivot for our purposes. The acceptable pivot entries are A22 and A23. നമുക്ക് ഈ 0നെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ പൈവോട്ട് എൻട്രി ആയിട്ട് ഈ റോ എന്നല്ലേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, എന്നാലല്ലേ ഇവിടുന്ന് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 0 അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ ഈ 3 ഏതെങ്കിലുമാണ് പൈവോട്ട് എൻട്രി ആയിട്ട് വരുന്നത്, 0 1 4. പക്ഷേ 0നെ ചൂസ് ചെയ്യാൻ പറ്റുമോ? 0നെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഒരു പൈവോട്ട് എൻട്രി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ
പി എന്നുള്ളതാണ് പൈവോട്ട് എൻട്രി എങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആ പീനെ നമ്മൾ 1/p കൊണ്ടാണ് റീപ്ലേസ് ചെയ്യുക. പക്ഷെ നമ്മൾ 0 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1/0 എക്സിസ്റ്റ് ചെയ്യോ ഇല്ല. അപ്പോൾ ആ 0ന് ഒരിക്കലും പൈവോട്ട് എൻട്രി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആരേ ഉള്ളൂ പൈവോട്ട് എൻട്രിക്ക് പോസിബിലിറ്റീസ്? 1ഉം 4. നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു 1 ചൂസ് ചെയ്യണത് കുറച്ചും കൂടി നല്ലതാണ്. എന്താണ്, നമുക്ക് ഡിവിഷനൊക്കെ വരുമ്പോൾ റേഷണൽ ഫങ്ഷൻ നമ്പറിൻ്റെ രൂപത്തിൽ വരാതെ ജസ്റ്റ് ഇൻറ്റിജറായിട്ട് തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ 1 യൂസ് ചെയ്യാണ് നല്ലതായിരിക്കും പറഞ്ഞത്. അപ്പോൾ നമ്മൾ 1നെയാണ് ഇവിടെ പൈവോട്ട് എൻട്രി ആയിട്ട് ചൂസ് ചെയ്യണത്. നോക്കുക, 0നെ അങ്ങോട്ട് കൊണ്ടുവരാണ് ഉദ്ദേശം. അപ്പോൾ ഈ റോയിലുള്ള ആരെയും എടുക്കാം 0, പക്ഷെ 1/0 എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് പറ്റില്ല. 1ഉം 4ഉം ചൂസ് ചെയ്യാം. 4നേക്കാളും നല്ലത് 1 ചൂസ് ചെയ്യാണ്. കാരണം ഏത് നമ്പറിനും 1 ഡിവൈഡ് ചെയ്താൽ അതിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, ഇൻറ്റിജറായിട്ട് തന്നെ നിൽക്കും. ഇവിടുത്തെ നമ്പേഴ്സൊക്കെ ഇൻറ്റിജറാണല്ലോ, അപ്പോൾ ഇൻറ്റിജറായിട്ട് തന്നെ നിൽക്കും. അതുകൊണ്ട് നമ്മളിവിടെ 1 ചൂസ് ചെയ്യണത്. ദ ആക്സെപ്റ്റബിൾ പൈവോട്ട് എൻട്രീസ് ആർ A22 ആൻഡ് A23. ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് A22 ആൻഡ് A23, 1ഉം 4ഉം ആണ്. A21 equal to 0 is not acceptable since 1/0 do not exist. And never pivot on any entry in the -1 column or bijective function. Bijective അല്ല കേട്ടോ, objective function അല്ലേ, objective function ആണ്. or the objective function row of any maximum table. നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, പൈവോട്ടിങ് ആകുമ്പോൾ -1 കോളത്തിൽ നിന്നും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ റോ ഒന്നും എലമെൻറ്റിനെ ചൂസ് ചെയ്ത് ജസ്റ്റ് ഈ IJ എന്നുള്ള ആ കോഎഫിഷ്യൻസ് നിന്ന് ഏതെങ്കിലുമാണ് ചൂസ് ചെയ്യേണ്ടത്, അതറിയാമല്ലോ. ദി മോസ്റ്റ് കൺവീനിയൻറ്റ് ഓഫ് ദീസ് പൈവോട്ട്സ് ഈസ് A22 equal to 1. കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് A22 equal to 1 ചൂസ് ചെയ്യുകയാണ്. സിൻസ് ഓൾ ടേബിൾ എൻട്രീസ് വിൽ റിമെയിൻ ഇൻറ്റഗ്രൽ ആഫ്റ്റർ പൈവോട്ടിങ്. അതായത് പൈവോട്ടിങ് കഴിഞ്ഞാലും ഇവിടെ എൻട്രീസൊക്കെ ഇൻറ്റിജറായിട്ട് തന്നെ കിടക്കും. ഇൻറ്റഗ്രൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റിജറാണ് ഉദ്ദേശിക്കുന്നത്. പൈവോട്ട് എൻട്രീനെ മാർക്ക് ചെയ്തിട്ടുണ്ട് 1. ഈ 1 ആണല്ലോ പൈവോട്ട് എൻട്രി ആയിട്ട് A22 ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് 1. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇത് ജസ്റ്റ് മുന്നത്തെ ടേബിൾ എഴുതി പൈവോട്ട് എൻട്രി മാർക്ക് ചെയ്തു. പൈവോട്ട് 0 അപ്പ് അതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, 0നെ ഈ മുകൾക്ക് കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ആരോൻ്റെ താഴെയായിട്ട് പൈവോട്ട് 0 അപ്പ് എന്നാണ് കൊടുക്കേണ്ടത്. പൈവോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, പീനെ 1/p കൊണ്ട് റീപ്ലേസ് ചെയ്യും. 1 ആയതുകൊണ്ട് 1 തന്നെ വരും. പിന്നെ ആ റോയിലുള്ള എലമെൻറ്റിനൊക്കെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 0 വരും. ഇവിടെ 4, 2 അതൊന്നും ചേഞ്ച് ഉണ്ടാവില്ല. സെയിം കോളത്തിൽ വരുന്ന എലമെൻറ്റ്സിനെ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. -p എന്ന് പറയുമ്പോൾ ഇവിടെ -1 വരും. അപ്പോൾ ഇവിടെ -1 ആവും, ഇതും -1 ആണ്. അതാണ് -1 വന്നിട്ടുള്ളത്. പിന്നെ S ആയിട്ട് ആ പൊസിഷനിൽ വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെ? S1, ഇവിടെയും 1, ഇതും 1. പിന്നെ വരുന്നത് 2 - 2 0. ആ എസ്സുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള PS - QR/P ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. A11 അതായത് ഈ ഫസ്റ്റ് എൻട്രി A11 1 വരികയാണെങ്കിൽ എന്ത് കിട്ടും? Q0 R1. അതൊക്കെ അറിയാമല്ലോ എങ്ങനെ ചൂസ് ചെയ്യണത്. അതായത് Pൻ്റെ സെയിം റോ, എസിൻ്റെ സെയിം കോളം, അതാണ് Q0 അല്ലേ. Pൻ്റെ റോ എസിൻ്റെ കോളം എന്ന് പറയുമ്പോൾ 0 വരും, അതാണ് Q പറയണത്. Q equal to 0 വരും. അതുപോലെ R എന്ന് പറയുന്നത് Pൻ്റെ കോളം എസിൻ്റെ റോ, Pൻ്റെ കോളം എസിൻ്റെ റോ പറയുമ്പോൾ ഇതാണ് വരിക, 1 ആണ് വരിക അല്ലേ. R1 PS - QR/P എന്നുള്ളത് 1 തന്നെ കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ PS - QR/P എന്നുള്ളത് 1 തന്നെ കിട്ടും. അപ്പോൾ ആ പൊസിഷനിൽ 1 തന്നെയാണ് വരിക. നെക്സ്റ്റ് ഈ എലമെൻറ്റ് സെറ്റിൻ്റെ നേരെയുള്ള, അതായത് A13 എന്നുള്ള എലമെൻറ്റ് 1 ആയിട്ട് തന്നെയാണുള്ളത്. അതിന് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം? PS - QR/P -3 ആണ്, അതുകൊണ്ട് റീപ്ലേസ് ചെയ്തു. നെക്സ്റ്റ് B1ൻ്റെ പൊസിഷനിൽ 1 ആണ്, അത് PS - QR/P -1 കിട്ടി, അത് കൊടുത്തു. നെക്സ്റ്റ് C1 ഈ എലമെൻറ്റ് അല്ലേ, ഈ എലമെൻറ്റ് 2 ആണ് ഉള്ളത്. PS - QR/P ചെയ്ത് കഴിഞ്ഞാൽ 2 തന്നെ കിട്ടുന്നത്, അതവിടെ കൊടുത്തു. നെക്സ്റ്റ് -2 C3 ആണ് വരുന്നത്. PS - QR/P ചെയ്യുമ്പോൾ -6 അതവിടെ കൊടുത്തു. ലാസ്റ്റ് വരുന്നത് S equal to D equal to 0 അല്ലേ, ഡീൻ്റെ പൊസിഷനിൽ 0 ആണ്. PS - QR/P ചെയ്യുമ്പോൾ കിട്ടണം -2, അത് അവിടെ കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ ടേബിൾ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഏതാണ്? ഫസ്റ്റ് ഇൻ്റർചേഞ്ചിങ് ഉണ്ട്, ഞാൻ പറയാൻ വിട്ടു. ഏതാണ് ഇൻ്റർചേഞ്ച് ചെയ്യുക? കറസ്പോണ്ടിങ് കോളത്തിലും റോയിലും വരുന്ന വേരിയബിൾസിനെ ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ റോയിൽ വരുന്ന വേരിയബിൾ പറഞ്ഞാൽ 0 ആണ്, കോളത്തിൽ Y ആണ്. അപ്പോൾ Y ഇങ്ങോട്ട് വരും, 0 അങ്ങോട്ടും പോകും. ഓക്കെ, ഇവിടെ 0 ആയി, ഇവിടെ Y ആയി. Now the second column of the new tableau above never enters into the main constraints or objective function of this tableau since every entry is multiplied by 0. അതായത് ഈ സെക്കൻഡ് കോളം കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല.
സാധാരണ നമ്മളൊരു ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാറുള്ളത് ഇതിന്ന്, അതായത് ഒരു കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ പറഞ്ഞാൽ എക്സ് പ്ലസ് 0 ഇൻറ്റു -1 പ്ലസ് z ഇൻറ്റു -3 ആ രീതിയിലല്ലേ എഴുതാറുള്ളത്. അല്ലെങ്കിൽ 1x പ്ലസ് -1 ഇൻറ്റു 0 -3 ഇൻറ്റു z പ്ലസ് -1 ഇൻറ്റു -1 ഈക്വൽ ടു -t1 എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ ചെയ്യുകയാണെങ്കിലും ഈ 0 മൾട്ടിപ്ലൈ ചെയ്യണത്. ഈ കൺസ്ട്രെയിനിൽ എടുത്തു കഴിഞ്ഞാലും ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഉള്ളത് എടുത്തു കഴിഞ്ഞാലും ഒക്കെ നമ്മൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എഴുതണം. 0 മൾട്ടിപ്ലൈ ചെയ്താൽ 0 മൾട്ടിപ്ലൈ ചെയ്താൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഈ കോളം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അതുകൊണ്ട് അതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യും. Therefore, we can delete this column without any loss of information. അല്ലേ? കാരണം അതവിടെ നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളതിനെ ഡിലീറ്റ് ചെയ്ത് കളയാണ് ചെയ്യണത്. കൺസ്ട്രെയിൻറ്റ് ഇക്വേഷനിലൊന്നും അതിനെക്കൊണ്ട് യാതൊരു എഫക്റ്റും ഉണ്ടാവണില്ല. അല്ലേ? അത് 0 ആയിട്ട് നിൽക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എന്തായി മാറും? ഈ കോളത്തിൽ നിന്ന് പോയി കഴിഞ്ഞാലുള്ള ടേബിൾ എഴുതി, 0 കോളത്തിനെ ഒഴിവാക്കി ആ ടേബിൾ എഴുതി. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഒരു കനോണിക്കൽ ഫോമുലയിലെ അല്ലേ, 0 ഒന്നും ഇല്ലല്ലോ, പിന്നെ വേറെ പ്രശ്നമൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒരു കനോണിക്കൽ പ്രോബ്ലത്തിൻ്റെ ടെക്കർ ടേബിൾ ഓഫ് ഫോമിലാണ് കിട്ടിയിട്ടുള്ളത്. ദിസ് ടേബിൾ ഈസ് നൗ ഇൻ കനോണിക്കൽ ഫോം സിൻസ് ഓൾ 0 സ്ലാക്ക് വേരിയബിൾസ് ഹാവ് ബീൻ റിമൂവ്ഡ് ഫ്രം ദി ടേബിൾ. 0 സ്ലാക്ക് വേരിയബിൾസ് ഒന്നും ഇവിടെ ഇല്ല. സോ ഇത് കനോണിക്കൽ ഫോമിലാണ് വന്നിട്ടുള്ളത്. ഹെൻസ് വി ക്യാൻ അപ്ലൈ ദി സിംപ്ലക്സ് അൽഗോരിതം. സിംപ്ലക്സ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാം. സിംപ്ലക്സ് അൽഗോരിതം ഫോർ മാക്സിമം ടേബിളോ അല്ലേ, മാക്സിമം പ്രോബ്ലം ആണല്ലോ തന്നിട്ടുള്ളത്. അതുകൊണ്ട് മാക്സിമം ടേബിളോ, പിന്നെ മാക്സിമം ബേസിക് ഫീസിബിളോ പറയാനായിട്ടില്ല, കാരണം ഇവിടെ B1 നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത്. സോ മാക്സിമം ടേബിളിൻ്റെ പ്രോബ്ലം ചെയ്യണ രീതിയിൽ ഇതിനെ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് എന്തെഴുതുന്നു? സ്റ്റെപ്പ് ദി കറണ്ട് ടേബിളോ ഈസ് എ മാക്സിമം ടേബിളോ എന്ന് എഴുതുകയാണ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് ഇവിടെ B1 നെഗറ്റീവാണ്, അതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പൊക്കെ വേണ്ടത്. എല്ലാതും പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പൊക്കെ പോയിട്ട് മാക്സിമം ബേസിക് ഫീസിബിളിൻ്റെ രൂപത്തിൽ ചെയ്യാണ് അവിടെ ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ B1 നെഗറ്റീവാണ്. B1 ഈക്വൽ ടു -1 ലെസ് ദാൻ 0 ഗോ ടു സ്റ്റെപ്പ് 3. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പൊക്കെയാണ് പോകേണ്ടത്. ഇവിടെ BI എന്ന് പറയുന്ന ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആരെ കിട്ടിയത്? 1 കിട്ടിയത്. ഓക്കെ, ആ 1 എന്ന് എഴുതി. ഇനി A12 അതിൻ്റെ റോയിൽ വരുന്ന ഏതെങ്കിലും നെഗറ്റീവ് നമ്പർ ഉണ്ടെങ്കിൽ അതിനെ ചൂസ് ചെയ്യാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. 2 എണ്ണം വരികയാണെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ റോല് B1 സെയിം റോയിൽ വരുന്ന നെഗറ്റീവ് നമ്പറായിട്ട് A12 ഉണ്ട്. അതിനെ ചൂസ് ചെയ്ത് A12 ഈക്വൽ ടു -3 ലെസ് ദാൻ 0. ഇതൊക്കെ ചെയ്യുമ്പോൾ സിംപ്ലക്സ് അൽഗോരിതം ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഓരോ അൽഗോരിതം കൂടുതലായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുക. A12 ഈക്വൽ ടു -3 ലെസ് ദാൻ 0 ദെർഫോർ ഗോ ടു സ്റ്റെപ്പ് 4. അപ്പോൾ സ്റ്റെപ്പ് 4ക്ക് പോവുക. ഒന്ന് നെഗറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഇൻഫീസിബിളാന്ന് പറഞ്ഞിരുന്നു. ഒക്കെ പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ ഇൻഫീസിബിളാന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് അല്ലേ. അതായത് ഈ ഒരു BI ചൂസ് ചെയ്തു, അതിലൊക്കെ പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ അത് ഇൻഫീസിബിളെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഹിയർ I ഈക്വൽ ടു 1 ലെസ് ദാൻ M ഈക്വൽ ടു 2. അതായത് ഫോർത്ത് സ്റ്റെപ്പിൽ പറഞ്ഞിരുന്നത് 2 കേസസ് ആയിട്ടാണ്. I ലെസ് ദാൻ M, I ഈക്വൽ ടു M എന്നുള്ളത്. I ലെസ് ദാൻ M ആണ് ഇവിടെ അല്ലേ. I എന്നുള്ളത് 1 ആണല്ലോ കിട്ടിയത്, M എന്നുള്ളത് 2 ആണ് അല്ലേ. B1 B2 വരെയുള്ളത്, M 2 ആണ്. അപ്പോൾ I ലെസ് ദാൻ M ആണ്. അപ്പോൾ ഒരു A12 ചൂസ് ചെയ്യണം. ഇവിടെ നെഗറ്റീവായിട്ട് ഒരു A12 മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഏതൊക്കെ നെഗറ്റീവായിട്ടുണ്ടോ അതിനൊക്കെ നമ്മൾ ചൂസ് ചെയ്യണം. നെഗറ്റീവായിട്ടുള്ളതിൽ ഒന്നിനെ ചൂസ് ചെയ്യണം. ഇവിടെ എന്തായാലും ഒന്ന് ചൂസ് ചെയ്യാനുള്ളൂ. അപ്പോൾ അതിനെ തന്നെ നമ്മൾ എടുക്കുക. നെഗറ്റീവായിട്ട് ഒന്നേ ഉള്ളൂ. അപ്പോൾ A12 എന്നുള്ളത് -3 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 0. ഇനി കമ്പ്യൂട്ട് ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. മിനിമം K ഗ്രേറ്റർ ദാൻ 1 BI by AIJ യൂണിയൻ സെറ്റ് ഓഫ് ഓൾ BK by AKJ സച്ച് ദാറ്റ് AKJ ഗ്രേറ്റർ ദാൻ 0. BI എന്നുള്ളത് B1 ആണ്. AIJ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള AIJ എന്ന് പറയുന്നത് A12 ആണ്. അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതിക്കോ AIJ ഈക്വൽ ടു A12. നമ്മളിവിടെ എന്താണോ ചൂസ് ചെയ്യണത് അതിനെയാണ് ഇവിടെ ഈ AIJ പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യണത്. അപ്പോൾ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ AIJ ഈക്വൽ ടു A12 എഴുതുക, അല്ലെങ്കിൽ J ഈക്വൽ ടു 2 എന്ന് എഴുതാം. I ഈക്വൽ ടു 1 നമ്മൾ ഓൾറെഡി എഴുതിയല്ലോ. അപ്പോൾ BI by AIJ പറയുമ്പോൾ ആരെ വരിക? B1 by A12. പിന്നെ K ഗ്രേറ്റർ ദാൻ 1 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ K എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? B2 നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. B2 നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ആകെ B2 ഉള്ളൂ. പിന്നെ B3 ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒരു വാല്യൂ അല്ലേ ഉണ്ടാവുള്ളൂ. B2 by A2. J എന്നുള്ളത് ഇവിടെ 2 ആണ് അല്ലേ.
ij പറഞ്ഞാൽ A12 ആണ്. അപ്പോൾ j എന്നുള്ളത് 2 ആണ്. അപ്പോൾ B2/A22 ആണ് ഈ സെറ്റിൽ വരുന്ന ആകെ ഒരു നമ്പർ ഉണ്ടാവുക. പിന്നെ വേറെ കണ്ടീഷൻ്റെ AKG >0 വരണം. A22 പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ സെറ്റ് ഉണ്ടാവില്ല. ഇവിടെ A22 പറയണത് 4 ആണ്, അത് പോസിറ്റീവ് ആണ്, അപ്പോൾ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ വരിക? മിനിമം മോസ്റ്റ് സെറ്റ് B1/A12 B2/A22. B1/A12 പറയണത് 1/3 കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ 1/3 എഴുതാട്ടോ. അങ്ങനെ എഴുതാൻ മതി. ഇതുവരെ നമ്മളതാണ് ചെയ്തത്. ഞാനിപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് മിനിമം ഓഫ് 1/3 B2/A22 1/2 ആണ്. ഇതിലേതാ മിനിമം വരിക? 1/3 വരിക. അതായത് ഏത് കൊടുക്കുമ്പോൾ B1/A12 കൊടുക്കുമ്പോഴാണ് മിനിമം വന്നിട്ടുള്ളത്. സോ നമ്മൾ പൈവോട്ട് ചെയ്യേണ്ട എൻട്രി ഏതാ? APG എന്ന് പറയുന്നത് A12 ആണ് അല്ലേ? B1/A12 അല്ല കിട്ടിയത്. അപ്പോൾ പൈവോട്ട് ചെയ്യേണ്ടത് A12ലാണ്. A12 ഏതാ? A12 പറയുമ്പോൾ ഇതാണ് എൻട്രി -3 അല്ലേ? ഇതിലാണ് നെക്സ്റ്റ് പൈവോട്ടിങ് വരേണ്ടത്. അപ്പോൾ പൈവോട്ട് ഓൺ A12 = -3 എന്ന് എഴുതി. മുന്നത്തെ ടേബിൾ അതേപോലെ എഴുതി പൈവോട്ട് എൻട്രീനെ മാർക്ക് ചെയ്തു -3നെ. സിംപ്ലക്സ് അൽഗോരിതം പൈവോട്ടിങ്. സിംപ്ലക്സ് അൽഗോരിതം അപ്ലൈ ചെയ്യുക, അതായത് പൈവോട്ടിങ് ചെയ്യുക ഈ ടേബിളിൽ. അപ്പോൾ എന്താ കിട്ടുക? -3നെ ജസ്റ്റ് ഈ വേരിയബിൾസ് ഇൻ്റർചേഞ്ച് ചെയ്യും. റോയിലും കോളത്തിലും വരുന്ന വേരിയബിൾസ് ഇൻ്റർചേഞ്ച് ചെയ്യും. കോളത്തിൽ Z ആണ്, അപ്പോൾ Z അങ്ങോട്ട് പോകും, T1 അങ്ങോട്ടും വരും. റോയിൽ T1 ആണ്, T1 അങ്ങോട്ട് വരും. പിന്നെ Pനെ 1/P കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ -3 എന്നുള്ളത് -1/3 ആയി മാറും. പിന്നെ ഇതിനൊക്കെ -3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, സെയിം റോയിൽ വരുന്ന എലമെൻറ്റിനെ. അപ്പോൾ -1/3 വരും, ഇവിടെ 1/3 ആവും. കോളത്തിൽ വരുന്നതിനൊക്കെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? -3 പറയുമ്പോൾ 3 അല്ലേ വരും. അപ്പോൾ 4/3 -6/3 എന്ന് പറഞ്ഞാൽ -2 വരും. അതാണത്. ഇനി ബാക്കി എലമെൻറ്റ്സൊക്കെ S ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് PS - QR/P ചെയ്യുക. A21 = 0 ആകുമ്പോൾ PS - QR/P എന്നുള്ളത് 4/3 കിട്ടിയിട്ടുണ്ട്, അതെഴുതി. B2 = 2 ആകുമ്പോൾ PS - QR/P എന്നുള്ളത് 2/3 അതെഴുതി. C1 = 2 ആകുമ്പോൾ PS - QR/P 0 കിട്ടി. D = -2 ആകുമ്പോൾ PS - QR/P എന്നുള്ളത് 0 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, F. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിളോ ആണ്. അത് വേണമെങ്കിൽ എഴുതി കേട്ടോ. ദിസ് ടേബിളോ ഈസ് മാക്സിമം ബേസിക് ഫീസിബിൾ. കാരണം എന്താ? B1ഉം B2ഉം >0 ആണ് വന്നിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിളോ. മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിളോയിൽ നമ്മൾ ഈ CJ വാല്യൂസ് <0 ആണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തിരുന്നത്. അതിൻ്റെ ഒക്കെ അൽഗോരിതം നോക്കുക, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്. ആ ടേബിളിൻ്റെ ബേസിക് സൊല്യൂഷനാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിളാണ് സിൻസ് B1 B2 > 0 ആൻഡ് ഹിയർ CJ values are < 0. C1 = 0 ആണ്, C2 <0 ആണ് വന്നിട്ടുള്ളത്. That is C1 C2 < 0. Therefore basic solution of this table is optimal. ഈ ടേബിളിൻ്റെ ബേസിക് സൊല്യൂഷൻ എന്താണോ അത് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ബേസിക് സൊല്യൂഷൻ എങ്ങനെ കിട്ടുക? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് 0 കൊടുക്കുക. ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ പറയുമ്പോൾ Xഉം T1ഉം ആണ്, അതിന് 0 കൊടുക്കുക. അപ്പോൾ ബാക്കി ഇങ്ങനെ വരും X = T1 = 0. Xഉം T1ഉം 0 ആണെങ്കിൽ Z = -1/3 വരും. ദാറ്റ് ഈസ് Z = 1/3 എന്ന് വരും. Y = -2/3 വരും. ഈ -1നെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ Y = 2/3 വരും. മാക്സിമം F എന്താ വരിക? 0. ഇവിടെ മാക്സിമം F എന്ന് പറയുന്നത് 0 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ദി കൺസ്ട്രെയിൻറ്റ് സെറ്റ് ജസ്റ്റ് ഇവിടെ വരച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കൺസ്ട്രെയിൻറ്റ് സെറ്റിന് ഇത് കൺസ്ട്രെയിൻറ്റ് സെറ്റ് വിച്ച് ഈസ് ബൗണ്ടഡ് ബൈ ദി റീജിയൻ ഇൻ ദി പ്ലെയിൻ y + 4z = 2 ആൻഡ് ദി ബേസിക് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ദിസ് പ്രോബ്ലം ആർ സ്കെച്ച്ഡ് ബിലോ. ജസ്റ്റ് കൺസ്ട്രെയിൻറ്റ് സെറ്റ് എന്താണ് വരച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് എന്ത് ചെയ്യുന്നു? x + y + z < 1 എന്നാണ് വന്നിട്ടുള്ളത്. ഇത് 3 ഡയമെൻഷനിലുള്ള ഒരു ഡയമണ്ട് സ്ട്രക്ചറിലാണ് വരിക. ഡയമണ്ട് അറിയാലോ, ഇങ്ങനെ വരിക ഫിഗർ അറിയാലോ. അപ്പോൾ അതിൽ x y z > 0 എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രമേ ഉണ്ടാവുക. 3 ഡയമെൻഷൻ ആകുമ്പോൾ ഓർക്കണം എത്ര ക്വാഡ്രൻറ്റ്സ് ഉണ്ടാവും? 8 ക്വാഡ്രൻറ്റ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ മാത്രമേ ഉണ്ടാവും. ഒരു ഡയമണ്ട് ഷേപ്പ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ മാത്രമാണെങ്കിൽ ഇങ്ങനെ വരിക അല്ലേ? ഒരു പിരമിഡ് ഷേപ്പിലാണ് വരിക. അത് y + 4z = 2 എന്നുള്ള പ്ലെയിനുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ രീതിയിൽ വരും. അതായത് രണ്ട് കൺസ്ട്രെയിൻറ്റും കൂടിയുള്ള റീജിയനാണല്ലോ നമ്മൾ എടുക്കുന്നത്.
കൺസ്ട്രെയിൻറ്റ് സെറ്റായിട്ട്. അപ്പോൾ y+4z പറയുമ്പോൾ ഇങ്ങനെ ഒന്നായിട്ടുള്ള പ്ലെയിനായിട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ ആകുമ്പോൾ ഇതിനകത്തുള്ളൊരു പ്ലെയിനായിട്ടാണ് ഇത് വരിക. ഓക്കെ, അതാണ് നമ്മളെ കൺസ്ട്രെയിൻറ്റ് സെറ്റ് y+4z = 2ഉം ഈ x+y+z <= 1 റീച്ച് ചെയ്യണം. ഓക്കെ, ഇത് x+y+z = 1 എന്നുള്ളത് ഇതിൻ്റെ ഔട്ട് ഫിഗർ മാത്രമാണ്. ഈ <= 1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള റീജിയനൊക്കെ ഉണ്ടാവും. രണ്ടിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ ആയിട്ടാണ് നമ്മൾ ഇവിടെ മാത്രം മാർക്ക് ചെയ്തത്.